നിങ്ങളിൽ എത്ര പേര് ടോപ്പ് റോ പ്ലേയേഴ്സ് ഉണ്ട്? അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് റോ പ്ലേയേഴ്സിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് പ്രൊണേഷൻ വർക്കൗട്ട് എങ്ങനെ കേബിൾ പുള്ളിയിൽ ചെയ്യാമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഗ്രാവിറ്റി മെത്തേഡിലും ചെയ്യാം, കേബിൾ പുള്ളി മെത്തേഡിലും ചെയ്യാം. അപ്പൊ ഞാൻ കേബിൾ പുള്ളി മെത്തേഡിൽ എങ്ങനെ പ്രൊണേഷൻ സ്ട്രെങ്ത് കൂട്ടാമെന്ന് പറയാനായിട്ട് പോകണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ട് ഹെവി ബൈസിക്കിൾ എങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, പിന്നെ കൂടുതൽ പേരെ ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോഡി വർക്കൗട്ടും സ്ട്രെങ്ത് ട്രെയിനിങ്, അതായത് ആം റെസ്ലിംഗ് വർക്കൗട്ടും എങ്ങനെ ഒരുമിച്ച് ചെയ്യാമെന്നാണ് ഡൗട്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ബോഡി വർക്കൗട്ട്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ചെസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. അപ്പോൾ നമുക്ക് ആദ്യം പെഗ് ഫ്ലൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ ബോഡി വർക്കൗട്ടും ചെയ്യുന്നത് വെച്ചാൽ 20x4 സെറ്റിലാണ്. അപ്പോൾ നമുക്ക് പെഗ് ഫ്ലൈയിൽ സ്റ്റാർട്ട് ചെയ്യാം. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours. നമ്മൾ ആദ്യത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 20x4 സെറ്റാണ് അടിച്ചത്. അടുത്ത നമുക്ക് 20x4 സെറ്റ് വീതം ലോ കേബിളും ഹൈ കേബിളും ചെയ്യും. To get some power, don't be f***ing sour. Take a cold shower, scream until you're louder. Work until you're prouder, and f*** all the doubters. They're just your downers. I swear to God they all let me down. I always fought just to wear the crown. I'm f***ed off at these f***ing clowns who were all taught they deserve an ounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. അപ്പൊ ഞാൻ ഈ ബോഡി വർക്കൗട്ടിന്റെ വീഡിയോസ് ഇത്തിരി ഷോർട്ട് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കൂടുതലും കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്ട്രെങ്തിലാണ്. അപ്പൊ ബോഡി വർക്കൗട്ട് ഞാൻ ചെയ്യും, പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്ട്രെങ്ത് ട്രെയിനിങ്ങിലാണ്. അപ്പോൾ എന്റെ വീഡിയോയിൽ ഈ ബോഡി വർക്കൗട്ടിന്റെ പാർട്സ് ഒക്കെ ഇത്തിരി കുറവായിരിക്കും. കൂടുതലും സ്ട്രെങ്ത് ട്രെയിനിങ്, മെയിൻ ആയിട്ട് ആം റെസ്ലിംഗ് വർക്കൗട്ട്സിന്റെ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 3 വർക്കൗട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ്സിലോട്ട് പോകാം. Let's go. I'm just telling you to fight for your dreams, but it's not what it seems. Man, it's hard to be seen. അപ്പൊ ബോഡി വർക്കൗട്ട്സിന്റെ 4 സെറ്റ് വർക്കൗട്ട്സ് നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇനി പ്രൊണേഷൻ ചെയ്യാനായിട്ട് പോകണം. അപ്പൊ ടോപ്പ് റോൾ പ്ലേയേഴ്സിന്റെ നിങ്ങൾക്ക് പ്രൊണേഷൻ എന്താണെന്ന് അറിയാൻ ഞാൻ ഇതിനുവേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൈ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഈ ആക്ഷൻ, ഈ ഒരു ഞാൻ ഇവിടെ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചേക്കാം. ആ ഒരു ആക്ഷനാണ് പ്രൊണേഷൻ, ടോപ്പ് റോൾ പ്ലേയേഴ്സ് ചെയ്യണം. അപ്പൊ പ്രൊണേഷന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടുള്ള വർക്കൗട്ട്സ് ആണ് നമ്മൾ ചെയ്യണം, അതും കേബിൾ പുള്ളി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ജൂഡോ ബെൽറ്റ് എൻ്റെ ഉണ്ട്. നിങ്ങളിപ്പം ജൂഡോ ബെൽറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഇപ്പം എന്തെങ്കിലും ഒരു തോർത്തോ തുണിയോ അങ്ങനെ ആയെങ്കിലും എടുക്കാം. പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് ജൂഡോ ബെൽറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതുള്ളൂ. എനിക്ക് തോന്നുന്നു 280 or 300 താഴെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പ്രൊണേഷൻ വർക്കൗട്ട് കിട്ടും. അപ്പോൾ പ്രൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹുക്കിനകത്തോട്ട് നമ്മൾ ജൂഡോ ബെൽറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അത് ജൂഡോ ബെൽറ്റിന്റെ നീളത്തിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പൊ ടോപ്പ് റോൾ പ്രൊണേഷൻ നമുക്ക് 3 രീതിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈപ്പ് വർക്കൗട്ട് കാണിച്ചു തരാം. നമ്മളെ തമ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ബാക്കിലോട്ട് നിന്നതിന് ശേഷം ഈ ഒരു ആക്ഷൻ, കൈയുടെ ഈ ഒരു ആക്ഷനാണ് പ്രൊണേഷൻ.
അപ്പൊ ഞാൻ ആദ്യം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പി കൂടെ എടുത്തിട്ടുള്ള പ്രൊണേഷൻ കാണിച്ചാൽ അടുത്ത് നമുക്ക് തമ്പി കൂടെ എടുത്ത് പാമ്പിനകത്തൂടെ ചുറ്റി വരുന്ന സെക്കൻഡ് ടൈപ്പ് വർക്കൗട്ട് കാണിച്ചു. ഇങ്ങനെ നേരത്തെ ചെയ്ത കണക്ക് തന്നെ തമ്പ് ഇതിനകത്തോട്ട് കയറ്റിയതിന് ശേഷം ഈ പാമ്പിനകത്തൂടെ ഇങ്ങനെ കറക്റ്റ് എടുത്തിട്ട് ഇത് നമ്മളെ കൈയുടെ അകത്തൂടെ വരുന്ന പ്രൊണേഷനാണ്. ആ ഒരു പാമ്പിനകത്ത് രണ്ട് ടൈപ്പ് പ്രൊണേഷൻ വർക്കൗട്ട് ഞാൻ കാണിച്ചിരുന്നു. അടുത്ത അവസാനം നമുക്ക് ഇനി ക്യാൻ ഓപ്പൺ ടൈപ്പ് കാണിക്കും. ക്യാൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് പൊളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാൻ ഓപ്പൺ. അപ്പോൾ അതെങ്ങനെയാണ് പ്രൊണേഷൻ ചെയ്യണമെന്ന് കാണിച്ചത്. ഇത് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ തമ്പി കൂടെ സ്ട്രാപ്പ് ഇങ്ങനെ എടുത്തിട്ട് മറ്റ് നമ്മൾ പാമി കൂടെ ചെയ്തത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഓപ്പണിൽ നമ്മൾ ചെയ്യണത് ഇതുവഴിയാണ് എടുക്കുന്നത്. ഇതുവഴി ഇങ്ങനെ കറക്കി എടുത്തതിന് ശേഷം വെയിറ്റ് നമ്മളിങ്ങനെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് നമുക്ക് പല പൊസിഷൻ തന്നെ സൈഡ് ടു സൈഡ് ഇങ്ങനെയും ചെയ്യാം. ഇവിടെ നിന്ന് അകത്തോട്ട് ഇപ്പൊ ഏത് ടൈപ്പ് പ്രൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ഷൻ കിട്ടിയത് നിൽക്കുന്നതെല്ലാം നിങ്ങളെ കംഫർട്ടബിൾ തന്നെയാണ് അതേപോലെ നിന്നാൽ. നിങ്ങൾക്ക് 3 ടൈപ്പ് പ്രൊണേഷൻ ഏതൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. ഞാൻ ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് തമ്പി കൂടിയുള്ള പ്രൊണേഷൻ. നിങ്ങൾക്ക് ആദ്യം കാണിച്ചിരുന്ന തമ്പ് പ്രൊണേഷനാണ് ഇത് വർക്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ തുടക്കം ചെറിയ വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു 90% കപ്പാസിറ്റിയിൽ എത്തിക്കും. എന്നിട്ട് ആ 90% കപ്പാസിറ്റിയിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യാം. 90% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ നമുക്കൊരു 5 അല്ലെങ്കിൽ 6 റെപ്സ് മാത്രമേ അടിക്കാൻ പറ്റൂ. അപ്പോഴത്തേക്കും കൈ തളരുമെന്നുള്ള ആ ഒരു വെയിറ്റ് ആണത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ കൈ തളരും. അപ്പോൾ അങ്ങ് നിർത്തും, 1 മിനിറ്റോ 2 മിനിറ്റോ ബ്രേക്ക് എടുക്കും. പിന്നെ വീണ്ടും അത് അറ്റൻഡ് ചെയ്തുകൊണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു വെയിറ്റ് പോലും അത് പോകാണ്ടാവുന്ന സമയത്ത് ഞാൻ വെയിറ്റ് എടുത്ത് മീഡിയത്തിലിടും. എന്നിട്ട് ആ മീഡിയം വെയിറ്റിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് തമ്പ് വൈസ് പ്രൊണേഷൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ ചെറിയ വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെപ്സ് ഏതാണ്ട് ഒരു 20 റെപ്സ് വെച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. 20 റെപ്സ് അടിക്കും. പിന്നെ ഒരു 20 റെപ്സിന്റെ 2 സെറ്റ് അടിച്ചിട്ട് പിന്നെ പയ്യെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ റെപ്സ് കുറയും. അതാണ് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞത്. നമ്മളൊരു 90% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ കൂടിപ്പോയി ഒരു 4 അല്ലെങ്കിൽ 5 റെപ്സ് മാത്രമേ പോകും. അപ്പോഴത്തേക്കും കൈന വെയിറ്റ് പോകും. അതാണ് 90% കപ്പാസിറ്റി. അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മുടെ ഫുൾ കപ്പാസിറ്റി വെയിറ്റ് ഇട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് ഭയങ്കര പാടായി. ഒരു 90% ഞാൻ വർക്ക് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് പറയണം. ഒരു 90% ലാസ്റ്റ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കാണെങ്കിൽ റിസൾട്ട് കൂടുതലായിട്ട് വരും. അത് തളരുന്ന സമയത്ത് ഒരു മീഡിയം വെയിറ്റിൽ ഇട്ടിട്ട് റെപ്സ് കൂട്ടി ചെയ്താണ്. അപ്പോൾ വർക്ക് ചെയ്ത് ഞാൻ ഇനി എൻ്റെ 90% കപ്പാസിറ്റിയിലോട്ട് പോകണം. അപ്പൊ പ്ലേറ്റ്സിന്റെ ഫുള്ള് ഞാൻ ഇട്ടിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകണേ 90%. അപ്പൊ അതിൽ ഫീലർ അനുസരിച്ച് പോകുന്നതിനനുസരിച്ച് ലാസ്റ്റ് വെയിറ്റ് പോകാണ്ടാവുമ്പോൾ നമുക്ക് മീഡിയം വെയിറ്റിലോട്ട് പോകാം.
90% ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഒരു സെറ്റ് ആയി ഇതേണൊക്കെ നമ്മൾ ഈ ഒരു 6-5 വെച്ച് ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് ഇത് ഒരു വെയിറ്റ് പോലും പോവാതാവുന്ന ഒരു ടൈം അപ്പോഴും ഫുൾ വെയിറ്റ് കുറച്ച് മീഡിയം വെയിറ്റിൽ നമുക്ക് ഇടാം. ഗൈസ് അപ്പം 90% കപ്പാസിറ്റി നമ്മൾ ഏതാണ്ട് ഇപ്പോൾ ഒരു 5-6 സെറ്റ് അടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് പോവില്ലെന്ന് എനിക്കൊരു ഉറപ്പില്ല, പക്ഷെ എന്തായാലും നമ്മൾ മാക്സിമം കൊടുക്കും. അപ്പൊ നമ്മൾ 90% വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നിർത്തിയാണ്, കാരണം ഇനി പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് മീഡിയം വെയിറ്റിലോട്ട് ഇടാൻ പോകും. മീഡിയം വെയിറ്റിലിട്ട് മാക്സിമം റെപ്സ് നമുക്ക് കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് ഇന്നത്തെ വർക്കൗട്ട് നിർത്താം. ഏതാണ്ട് ഒരു മീഡിയം വെയിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏറെക്കുറെ പ്രൊണേഷൻ വർക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. തുടക്കം ഒരു ചെറിയ വെയിറ്റിൽ തുടങ്ങിയിട്ട് ജമ്പ് ചെയ്ത് 90% പോവാം, മാക്സിമം വർക്ക് ചെയ്യുക. വെയിറ്റ് പോകാണ്ടാവുമ്പോൾ മീഡിയം വെയിറ്റിലിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ റൈറ്റ് ഹാൻഡിന് മാത്രമേ വർക്ക് ചെയ്തോളൂ, കാരണം എന്തെന്ന് നമുക്ക് പല രീതിക്ക് ചെയ്യാം. ഇപ്പൊ റൈറ്റ് ലെഫ്റ്റ് ഒരുമിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഒരു ദിവസം റൈറ്റ് ഒരു ദിവസം ലെഫ്റ്റ് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ലെഫ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ റൈറ്റ് ഞാൻ ഒരു 2.5 മാസത്തെ ഗ്യാപ്പ് എടുത്ത കേസ് പറഞ്ഞില്ലേ, അപ്പൊ അതിനുശേഷം റൈറ്റ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ലെഫ്റ്റിന് തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അത്യാവശ്യം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെച്ചേക്കുക. അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.